പറഞ്ഞിട്ടെന്താ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നിങ്ങളവിടെ പോയിരുന്നു ആ നേരത്ത്? ആ, നിങ്ങൾ എവിടെയായിരുന്നാ പറഞ്ഞത്? പണ്ടാരടങ്ങാനായിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയതാ. ഇവൻ പറഞ്ഞിട്ട് തന്നെ. ഈ കുട്ടിയെ നല്ല മുഖപരിചയമുണ്ടല്ലോ. ഇത്ര നേരം കഴിഞ്ഞിട്ടും ആളെ മനസ്സിലായില്ലല്ലേ? ഇതെന്റെ ഭാര്യയുടെ അനുജത്തിയല്ലേ? അതുകൊണ്ട് ഈ കുട്ടിയല്ലേ മിസ്റ്റർ ഗോപിനാഥ മേനോൻ ആലോചിച്ചത്? ആ, ഇപ്പൊ മനസ്സിലായി. മിസ്റ്റർ ഗോപിനാഥ മേനോന് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ലഡ്ഡു കഴിക്കണില്ലേ? മധുരം പാടില്ലേ? ഓ, പോയി സംസാരിച്ചിട്ട് വാ. അമ്മാവന് വല്ലൊരു മണ്ണാങ്കട്ടയല്ല മോളെ. ഇവന്റെ അമ്മയ്ക്ക് ഒരു അനാഥ കുഞ്ഞിനോട് സഹതാപം തോന്നി എടുത്തു വളർത്തി. അതാ ഞാൻ. ഇവൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ കുട്ടമ്മാന്ന് വിളിച്ചു. അങ്ങനെയാ ഞാൻ കുട്ടമ്മാവനായത്. ശരിക്കുള്ള പേര് വേറെ ഉണ്ട്. ഇതാ ഏതാണ്ട് ഇതിന്റെയൊക്കെ പോലെ തന്നെ. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഗോപി മോഹൻ തമ്പി. ഇത് വീരഭദ്രൻ നായർ. ഞാൻ പോലും ആ പേര് മറന്നു. ഞാനൊരു പാവമാ കുഞ്ഞേ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ചില കയ്യബദ്ധങ്ങൾ പറ്റും. എടോ അവിടെ നിന്നേ. നിന്റെയൊന്നും ഔദാര്യം കൊണ്ടല്ലോ ഞാനിതുവരെ ജീവിച്ചു പോകുന്നത്. പിന്നെ നിനക്ക് എന്താ എനിക്കൊരു ഉപ്പ് കള്ള് വാങ്ങി തന്നാൽ? അങ്ങനെ ഇപ്പൊ എന്റെ കാശ് കൊണ്ട് താൻ അടിച്ച് പൂസാവണ്ട. എടാ, നിന്റെ തന്തയോട് ചോദിച്ചാൽ കള്ള് മേടിച്ചിരും. പിന്നെയാണോ നീയെ തന്തയ്ക്ക് വിളിക്കുന്നോടാ? എന്നെ തല്ലിയോടാ നീയെ? എന്തായി കാട്ടണേ? അടിക്കരുത്, എന്റെ ആകെ ഉള്ള അമ്മാവനാ. കുട്ടമ്മാവാ, താനിവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാന്നുള്ള മോഹം വെറുതെ. മോനെ, അതിന് പരുക്കുകളൊന്നും അപകടമുള്ളതല്ലല്ലോ. അമ്മാവനായതുകൊണ്ട് പറയല്ല, താൻ പണ്ടാറടങ്ങുള്ളൂ.